വാദി തന്നെ ശിക്ഷ വിധിക്കുകയാണ്. ഇപ്പം ഈ നിങ്ങൾക്കെതിരെ ഒരു പീഡന കേസ് ഉന്നയിച്ചിട്ട് കുറേ കഴിഞ്ഞിട്ട് തെളിയുന്നു. ഇപ്പോൾ ഒരുപാട് കേസുകൾ തന്നെ കാണുന്നുണ്ടല്ലോ, ഞാനത് തമാശക്ക് ചെയ്തതാണ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാദിക്ക് സുഖമായിട്ട് ഇറങ്ങിപ്പോകാൻ കഴിയുന്നു. പ്രതിയുടെ ജീവിതം തകർന്നു, അവൻ്റെ തൊഴിലിടം, അവൻ്റെ വീട്, അവൻ്റെ ഇമേജ്, അവൻ്റെ സാധ്യതകൾ ഇതെല്ലാം തകർന്നു. അവൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വിവാഹത്തിൽ പുള്ളിയുടെ പിന്നെ പാർട്ട്ണറുമായിട്ട് പുള്ളി ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. ആ കരാറുണ്ടാക്കിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും ഇനി ഇൻ കേസ് നമ്മൾ പിരിയുകയാണെങ്കിൽ ഈ ഒക്ടോബർ 12 ലോകത്തിലെ തന്നെ സ്വതന്ത്ര ചിന്തകരുടെ ഏറ്റവും വലിയ കൂട്ടായ്മ എന്ന് വിശേഷിപ്പിക്കുവാൻ സാധ്യതയുള്ള ലിറ്റ്മസ് 24 കോഴിക്കോട് വെച്ച് നടക്കുകയാണ്. ആ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ശ്രീ രവിചന്ദ്രൻ സാറിനെ കാണാനെത്തിയതും അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ തരാമെന്ന് സമ്മതിച്ചതും. അപ്പോൾ നമുക്ക് സാറിനോട് നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കാം. കേവലം മതവിശ്വാസികളായിട്ടുള്ളവർ ഇന്ന് ഒരു പുരോഗമനമായിട്ട് കാണുന്നത് ചില ജ്യോതിഷികളൊക്കെ വന്നിരുന്നിട്ട് ചൊവ്വാദോഷം അതൊന്നും കുഴപ്പമില്ല, അതുപോലെ ചില അച്ഛന്മാർ വന്ന് ഇടയ്ക്ക് പള്ളി വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാൽ അവർ അടിസ്ഥാന കാര്യങ്ങളൊന്നും മാറുന്നുമില്ല എന്ന ഒരു ഔദാര്യം ചെയ്തു കൊടുക്കുന്ന പോലെ ഇവർക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. അപ്പൊ ഇതൊക്കെയാണ് ഒരു പുരോഗമനം എന്ന് കരുതുന്നവരാണ് ഇന്ന് കേരളത്തിലെ സമൂഹം. ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, ഇതുപോലെയുള്ള ജ്യോതിഷികളുടെ മാറുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ കുറിച്ച്? അല്ല, അത് ഭയങ്കര തട്ടിപ്പാണ്. ഇവര് സാധാരണ ഇവർക്ക് വളരെ പ്രധാനപ്പെട്ട TV ഷോകളും കൊടുക്കുകയാണ്. അതായത് ഈ ജ്യോതിഷ യുക്തിവാദം, മതയുക്തിവാദം എന്നൊക്കെ പറഞ്ഞ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. കുറെ എന്ന് വെച്ചാൽ തീരെ അളിഞ്ഞ സാധനമൊക്കെ മാറ്റി വെച്ചിട്ട്, അതായത് അവർ ഈ മുറിയിലോട്ട് കയറി വരുമ്പോൾ ഇവിടെ മുഴുവൻ മാലിന്യങ്ങൾ കിടക്കുകയാണെങ്കിൽ ഒരു കാർപ്പറ്റ് എടുത്തങ്ങ് വിരിക്കും. സ്വീപ്പിംഗ് എവരിതിങ് അണ്ടർ ദ കാർപ്പറ്റ്. ഇതാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ ഇവർ അന്ധവിശ്വാസികളാണ്. എന്നാൽ അന്ധവിശ്വാസികളല്ല, എന്നൊക്കെ ഫ്ലെക്സിബിൾ ആണെന്ന് കാണിക്കാനായിട്ടുള്ള ലോകോത്തര ഉടായ്പകൾ. അത് മറ്റേ അന്ധവിശ്വാസി കേട്ടോണ്ടിരിക്കുന്ന അന്ധവിശ്വാസിക്ക് അയാള് അന്ധവിശ്വാസിയാണെങ്കിലും കുറച്ച് ലോജിക്കൊക്കെ ഉണ്ടല്ലോ. എല്ലാ അന്ധവിശ്വാസിക്കും ആവശ്യം വരുന്ന ഒരു സാധനമാണ് ലോജിക്കും യുക്തി. മനസ്സിലായില്ലേ? നമ്മളൊരു ഏതൊരു അന്ധവിശ്വാസിയെ സംബന്ധിച്ചും അയാളുടെ പ്രൈമറി ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം നോട്ട് എ സൂപ്പർസ്റ്റീഷ്യസ് പേഴ്സൺ എന്നാണ്, അല്ലെങ്കിൽ ഐ ആം നോട്ട് ആസ് സൂപ്പർസ്റ്റീഷ്യസ് ആസ് ദ അതർ പേഴ്സൺ എന്നായിരിക്കും. അപ്പം അങ്ങനെ സ്ഥാപിക്കുന്നതിൻ്റെ അപ്പം അങ്ങനെയുള്ള നേതാക്കന്മാരും വരുന്നു, ലീഡേഴ്സ് വരുന്നു. സ്നേഹമാണ്, ഞാൻ മതമൊന്നും പറയുന്നില്ല, സ്നേഹമാണ് വലുത് എന്ന് പറഞ്ഞ്. പക്ഷേ സംഗതി കുറച്ചുകൂടെ ഒന്ന് വലിച്ചു നോക്കുമ്പോൾ ഈ സാധനം മതച്ചരക്കെല്ലാം ഇങ്ങോട്ട് വരും. ഈ പുറത്ത് കാണിക്കുന്നതിലെ കണ്ണാടിപ്പെട്ടിയിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഉണ്ടംപൊരിയും മറ്റേതും ഇതും മറിച്ചതും ഒക്കെ ആയിരിക്കും. പക്ഷെ അവൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഹോട്ടലിൻ്റെ പുറവശത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവനവിടെ അപ്പോൾ ഒരു മിനിറ്റ് നിൽക്കാന്നുണ്ടെങ്കിൽ അവിടെ കുഴഞ്ഞു വീഴുന്ന രീതിയിലുള്ള ദുസ്സഹമായിട്ടുള്ള വൃത്തികേടും നാട്ടുമായിരിക്കും. കേരളത്തിലെ ഈ മതത്തിനുപരിയായിട്ട് എല്ലാവർക്കും പൊതുവെയുള്ള അന്ധവിശ്വാസങ്ങളാണ് ജ്യോതിഷവും വാസ്തുവും എന്ന് തോന്നിയിട്ടുണ്ട്. അതെ അതെ അതെ. വളരെ പുരോഗമന ചിന്തകൾ പറയുന്നവർ പോലും വീടിന് സ്ഥാനം കാണുന്നതും അല്ലെങ്കിൽ ജ്യോതിഷി എന്തെങ്കിലും പറഞ്ഞ ഇതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന കാണുന്നവരോ കാണുന്നതിനെ തടയാത്തവരോ ആണ്. അതെ അതെ അതെ. അവരുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞ് എന്നാ 10,000 കൊണ്ട് തുലയ്ക്കുക എന്ന് പറയുന്നവരാണ്. ലോകം മുന്നോട്ട് ഓടുമ്പോഴും ഇന്ന് ഏറ്റവും അധികം പിന്നോട്ട് ഓടുന്ന ഒരു സമൂഹമായിട്ട് ഇന്ത്യയും അതുപോലെ കേരളത്തിലുള്ള മലയാളികളും, ഇത് ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലും ഈ കാര്യത്തിൽ ഭേദമാണെന്ന് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ മാത്രം ഇങ്ങനെ ഈ പഴയ കാലത്തേക്ക് തിരിച്ചു പോകുന്നത്? ഡീപ് റൂട്ടഡ് പ്രോബ്ലം ആണ്. അതിന് മതത്തിന് സഹായകരമായിട്ടുള്ള ഒരുപാട് മസ്തിഷ്ക നിലപാടുകൾ നമുക്കുണ്ട്. നേതാക്കന്മാർ, നമ്മുടെ പാർട്ടികൾ, നമ്മുടെ സംഘടനകൾ, ഇവരൊന്നും തന്നെ ഈ കാര്യങ്ങൾ ഇതിനെയൊക്കെ ഒന്നുകിൽ ഒതുക്കി വെക്കുകയോ അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യുന്നവരാണ്. ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്ത് മതേതര രാജ്യം? മതേതര രാജ്യം അതാണ് ഏറ്റവും വലിയ കള്ളത്തരം എന്ന് തോന്നിയിട്ട്. തീർച്ചയായിട്ടും മതേതരമാകാൻ ഇന്ത്യക്ക് വലിയ ബുദ്ധിമുട്ടാണ്. രാഷ്ട്രീയത്തിൽ മതം കലരുന്നതും തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ? നേരെ തിരിച്ചാണ്. ഇന്ത്യയിൽ മതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മതത്തിനെ ഒരു ചുട്ടി അടിച്ച് ഇപ്പൊ നിങ്ങൾ ഉപ്പിന്റെ മേളിൽ പഞ്ചസാര എഴുതി വെച്ചാൽ അത് മധുരിക്കുമോ? ഇല്ല. ഇവിടെ മതമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ പേരിൽ ആധുനിക ജനാധിപത്യമൊക്കെ വന്നപ്പോൾ അത് എടുത്തു വെച്ച് കൊടുത്തു. ഒരു വലിയ ഭരണം എടുക്കാൻ നമുക്ക് എടുത്താൽ പോകാത്തൊരു ഭരണഘടനയും നമ്മളെ അപേക്ഷിച്ച് നമുക്ക് കിട്ടുന്നു. പക്ഷെ നമുക്ക് അതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ജനതയെ കിട്ടുന്നില്ല. അതിനുള്ള വിദ്യാഭ്യാസവും അതിനുള്ള ഒരു തിരിച്ചറിവും നമുക്ക് ആയിട്ടില്ല. യൂണിഫോം സിവിൽ കോഡ് പോലും ഇവിടെ നടപ്പാക്കുന്നത് അല്ല, ഏത് രീതി നോക്കല്ലേ. ഇപ്പൊ ഭരണഘടനയുടെ പ്രിഫൈസിൽ എഴുതി വെച്ചിരിക്കുന്ന ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാപുരുഷ ഇന്ത്യക്കാർക്കും അറിയില്ല. അവർ പറയാൻ സംവരണം വാങ്ങിക്കലാണ് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. അപ്പം അത്തരം രീതിയിൽ നമുക്ക് അർഹതയില്ലാത്ത ഒരു ഭരണഘടനയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ജനാധിപത്യം എന്ന് പറയുന്നത് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ ജനാധിപത്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ബേസിക്കലി അത് കമ്മ്യൂണലാണ്. ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ സഹായിക്കുന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതിയെ സഹായിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അതാണ് അവർക്ക് പേരൊക്കെ ചിലപ്പോൾ റെവല്യൂഷണറി, ബോൾഷെവിക് എന്നൊക്കെ ആയിരിക്കും. പക്ഷെ സംഗതി ഇന്ന ജാതിയുടെ പാർട്ടി ആയിരിക്കും, അല്ല ഇന്ന മതത്തിന്റെ പാർട്ടി ആയിരിക്കും. ഇന്ത്യയിൽ അങ്ങനെ അല്ലാതെ ഒരു പാർട്ടി ഉണ്ടോ? ഇല്ല. ഇല്ല.
നമ്മളതിനെ ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. ആക്ച്വലി നമുക്കിവിടെ ഉള്ളത് മതഭരണം, വ്യത്യസ്ത മതങ്ങൾ അധികാരത്തിന് വേണ്ടി നടത്തുന്ന കടിപിടികളാണ് യഥാർത്ഥത്തിൽ. ഈ ജിന്നയുടെ കാര്യം നല്ലൊരു എക്സാമ്പിൾ ആണല്ലോ. അതായത് മതം വെച്ച് കളിച്ചപ്പോഴാണ് പുള്ളിയും ക്ലച്ച് പിടിച്ചത്. അതെ 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 അതെ. ഒരു സ്വതന്ത്ര ചിന്തകനെ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിന് നിന്നാൽ വോട്ടെടുപ്പിൽ ജയിക്കാനുള്ള എന്തെങ്കിലും ഇല്ല, തിലകൻ പറഞ്ഞ ഉണ്ട കിട്ടും. അല്ല, ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നൊക്കെ പറയുന്നത് ആക്ച്വലി എന്താണ്, ജനങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലീഡറാണ് വേണ്ടത്. അവർ ആഗ്രഹിക്കുന്ന ലീഡർ എന്താണ്? അവരുടെ അന്ധവിശ്വാസങ്ങൾ പങ്കിടുന്ന, അവരുടെ വിവരക്കേടുകൾ ആദരിക്കുന്ന, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരിൽ ഒരു മാറ്റവും നിഷ്കർഷിക്കാത്ത അങ്ങനെയുള്ളവരെ ആയിരിക്കും ഒരു നമ്മളെന്താ പറയുക. അപ്പോൾ എന്നാൽ ഇടത് വലത് എന്നൊക്കെ പറയുകയും ചെയ്യും. ഇടതും മാങ്ങാത്തുലി, ഇടതും വലത്, ചുമ്മാതെ ഇതൊക്കെ എല്ലാം ഒറ്റ ഐറ്റമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തില് ജ്യോതിഷത്തിലും തിയോളജിയിലുമൊക്കെ ദൈവശാസ്ത്രത്തിലുമൊക്കെ ഡോക്ടറേറ്റുകൾ എടുത്ത ആളുകൾ അംഗീകരിക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ ലഭിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിനോട് എന്താണ് പ്രതികരണം? ഇത്രയും പരിഹാസ്യമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ടോ? ഇല്ല. എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത്? നമ്മൾ ഇതിനോട് പ്രതികരിക്കുമ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളുടെ വികാരം മൂത്ത് നമ്മൾ മോശമായ ഭാഷ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഐ ഡോണ്ട് വാണ്ട് ടു. സ്വതന്ത്ര ചിന്തകർക്ക് പോലും ഒരു മാർഗദർശിയായിട്ട് തോന്നിയിട്ടുള്ള ഒരാളാണ് രവിചന്ദ്രൻ സാറ്. സാറ് ഫെമിനിസം എന്ന വിഷയത്തിൽ എന്താണ് എടുക്കുന്ന സ്റ്റാൻഡ്? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് നിയമങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഇന്ന് പഴയ ചൊല്ല് മാറ്റി പറയേണ്ട ഒരു അവസ്ഥയാണ്. മുള്ള് വന്ന് ഇലയിൽ വീണാലും ഇല വന്ന് മുള്ളിൽ വീണാലും കേടിപ്പം മുള്ളിനാണെന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതായത് സ്ത്രീകൾക്ക് സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ മുഴുവൻ ദുരുപയോഗം ചെയ്യുന്നു കുറേ സ്ത്രീകൾ. അർഹിക്കുന്നവർ ഇത് ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ അറിയുന്നില്ല. നേരെ മറിച്ച് പാവം പിടിച്ച കുറേ പുരുഷന്മാർ ഇതിന് ഇരകളാവുന്നതും എന്നാൽ ശിക്ഷിക്കപ്പെടേണ്ടവർ ശിക്ഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, മൊത്തത്തിൽ വിരുദ്ധമായ ഒരു റിസൾട്ട് വരുന്നത് പോലെ. അപ്പോൾ ഇത്തരം നിയമങ്ങളെക്കുറിച്ചും അതുപോലെ ഈ പറയുന്ന ഫെമിനിസ്റ്റ് ചിന്തകളെയും ഒക്കെ സാർ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ഒരു ഘട്ടത്തിൽ ഞാനൊരു ഫെമിനിസ്റ്റ് ആണ് എന്ന് തുറന്ന് പ്രഖ്യാപിക്കുന്ന എൻ്റെ പ്രഭാഷണങ്ങളൊക്കെ മുന്നേ കേൾക്കാം. ഞാൻ പിന്നെ കുറെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രഖ്യാപനം അങ്ങ് നിർത്തി. കാരണം ഈ ഫെമിനിസം എന്ന് പറയുന്ന സംഗതി കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വിവക്ഷിക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് പലപ്പോഴും വളരെ നീതിരഹിതമായിട്ട് തോന്നി. ഞാൻ അതുകൊണ്ട് പിന്നെ ഫെമിനിസ്റ്റ് ആണ് എന്ന് പറയാം. എല്ലാവരും റാഡിക്കൽ ഫെമിനിസ്റ്റ് ഉണ്ട്, പുരുഷ വിരോധം കൊണ്ട് ശ്വാസം മുട്ടി ജീവിക്കുന്ന മനുഷ്യർ തൊട്ട് പുരുഷന്മാരെ കൊന്നുകളയണം, അല്ല പല പല രീതിയിലുള്ള ആളുകളുണ്ട്. അപ്പൊ അതെല്ലാം ആ ഒരു ഇത്രയും ഷെയ്ഡ്സ് ഉണ്ടായ സ്ഥിതിക്ക് ഈ ഫെമിനിസ്റ്റ് എന്ന് അവകാശപ്പെടുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐ ഡോണ്ട് വാണ്ട് ബി ബ്രാൻഡഡ് ആസ് എ ഫെമിനിസ്റ്റ് ഞാൻ ചെയ്യാറില്ല. പണ്ട് അങ്ങനെ ചെയ്തിരുന്നു, ഒരുപാട് പ്രഭാഷണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഇവരെ ഈ അട്രോസിറ്റീസ് കണ്ടു തന്നെയാണ് ഞാനത് ഈ പറഞ്ഞ ഈ യുക്തിവാദത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഇത്. മൊത്തത്തിൽ ആ ഒരു പാക്കേജ് മൊത്തത്തിൽ നമുക്ക് എടുക്കാൻ കഴിയില്ല. ആയുർവേദം പോലെയാണ്, എല്ലാം കൂടെ വേരും പിന്നെ തണ്ടും ഇലയും കായും എല്ലാം കൂടെ കഴിക്കേണ്ട കാര്യമില്ല, അതിനകത്ത് വേണ്ട കാര്യം. അപ്പൊ നമ്മൾ ജെൻഡർ ജസ്റ്റിസ്, ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്ന സംഗതിയെ ഞാൻ വളരെ പരിധിയില്ലാതെ പിന്തുണയ്ക്കുന്നു. കാരണം സ്ത്രീ, പുരുഷൻ, ട്രാൻസ്ജെൻഡർ, വാട്ട് മേ ബി, ഇവർക്കെല്ലാം തുല്യമായ അവകാശങ്ങളും അധികാരങ്ങളും പദവികളും ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ലാത്തൊരു നിലപാടാണ് എനിക്കുള്ളത്. പിന്നെ മാത്രമല്ല, സ്ത്രീ പുരുഷ അല്ലെങ്കിൽ മറ്റ് ജെൻഡറിൽപ്പെട്ട ബന്ധങ്ങൾ പരസ്പര ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. പരസ്പരം മ്യൂച്വൽ ട്രസ്റ്റ്, മ്യൂച്വൽ റെസ്പെക്റ്റ്, മ്യൂച്വൽ ലവ്, ഇങ്ങനെയാണ് നമ്മളെ ഒരു സ്പീഷീസ് എന്ന നിലയിൽ നമ്മൾ അത് ജീവിക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ അക്കാര്യത്തിലുള്ള നിലപാട്. ഇനി താങ്കൾ സൂചിപ്പിച്ച മറ്റൊരു ചോദ്യം, ഈ നിയമങ്ങൾ, ഞാൻ അതിനെക്കുറിച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അന്ധനിയമങ്ങൾ എന്ന് വെച്ചാൽ കണ്ണില്ലാത്ത നിയമങ്ങൾ. ഈ നിയമങ്ങളുടെ പ്രശ്നം എന്താ അറിയുമോ? അപ്പോൾ അത് ദളിത് അട്രോസിറ്റീസ് ആക്ട്, അതനുസരിച്ചും ഇതേപോലെ ആളുകൾക്കെതിരെ, അതായത് സ്ത്രീകൾക്ക് എതിരെയും ഉള്ള കുറ്റകൃത്യങ്ങളും ശിക്ഷ കൊടുക്കണം. അതിനെ സർക്കാരുകളും ഗവൺമെൻറ്റുകളും വൻതോതിൽ അതിനെ എതിർക്കണം എന്നുള്ള കാര്യത്തിൽ, സമൂഹം എതിർക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷേ ഇവിടെ നീതിന്യായ വ്യവസ്ഥയും സാമാന്യ നീതിയെ അട്ടിമറിച്ചുകൊണ്ടുള്ള നിയമങ്ങളാണ് ഇക്കാര്യത്തിലുള്ളത്. അതായത് വാദി ഒരു കോർട്ടിൽ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആരാണ് ശിക്ഷ വിധിക്കേണ്ടത്? കോടതി, നീതിന്യായ വ്യവസ്ഥ, അവരാണ് ശിക്ഷ വിധിക്കേണ്ടത്. അവരെങ്ങനെയാണ് ശിക്ഷ വിധിക്കേണ്ടത്? ഗോയിങ് ഇൻ ടു ദ മെറിറ്റ് ഓഫ് ദ കേസ്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് പോലീസാണ്. ഇവിടെ നോക്കൂ, ഒരു വാദി എന്ന് പറയുകയാണ് എന്നെ ജാതി അധിക്ഷേപം നടത്തി, അല്ലെ പറയുകയാണ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാദി പറയുന്നത് അവിടെ നിയമമാവുകയാണ്, അത് തന്നെ ശിക്ഷയാവുകയാണ്. വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുക, അയാളെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്നു, അയാൾ ജയിലിൽ കിടക്കുന്നു, അയാൾക്കെതിരെ കേസെടുത്തില്ലെങ്കിൽ പോലീസിനെതിരെ കേസ് വരും.
അയാൾക്ക് അനുകൂലമായിട്ട് സംസാരിച്ചില്ലെങ്കിൽ ജഡ്ജിനെ സോഷ്യൽ മീഡിയയിലായാലും അവഹേളിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ശിക്ഷ വിധിക്കുന്നത് ജഡ്ജി അല്ല. ഇത് ഇത്ര വലിയ അട്ടിമറിയാണ്. വാദി തന്നെ ശിക്ഷ വിധിക്കുകയാണ്. ഇപ്പം ഈ നിങ്ങൾക്കെതിരെ ഒരു പീഡന കേസ് ഉന്നയിച്ചിട്ട് കുറേ കഴിഞ്ഞിട്ട് തെളിയുന്നു. ഇപ്പോൾ ഒരുപാട് കേസുകൾ തന്നെ കാണുന്നുണ്ടല്ലോ, ഞാനത് തമാശക്ക് ചെയ്തതാണ്, ഞാനങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാദിക്ക് സുഖമായിട്ട് ഇറങ്ങിപ്പോകാൻ കഴിയുന്നു. പ്രതിയുടെ ജീവിതം തകർന്നു, അവൻ്റെ തൊഴിലിടം, അവൻ്റെ വീട്, അവൻ്റെ ഇമേജ്, അവൻ്റെ സാധ്യതകൾ ഇതെല്ലാം തകർന്നു. അവൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും. അപ്പോൾ നമ്മളത് അനുവദിക്കുകയാണ്. ഈ ഒരു ഫോൾസ് ആയിട്ടുള്ള അലിഗേഷൻ നടത്തിയ ഈ വ്യക്തി അവൻ ജാതീയക്ഷേപം നടത്തിയിട്ടുണ്ടാവില്ല, അവൻ പീഡനം നടത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ അവനൊരു ഒരു ഒരു ജാതി മൃഗമാകുന്നു, ഒരു നരാധമനാകുന്നു. അവൻ്റെ വീട്ടിലും നാട്ടിലും അവൻ്റെ തൊഴിലിടങ്ങളിലും എല്ലാം അവനൊരു അധമനാകുന്നു. അവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു, അവന് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു. പിന്നെ പറയാം എന്നാ പൊയ്ക്കോ, കേടെപ്പോഴും ഉള്ളിന് വരും. അതായത് നിങ്ങളെ തൊലി ഇങ്ങനെ ഉരിച്ച് മൊത്തം ഇങ്ങനെ ഉരിച്ച് നിർത്തിയിട്ട് എന്നാ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വീണ്ടും തൊലി പിടിച്ച് ഇങ്ങനെ ആക്കി വിട്ടാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് അന്ധനിയമം. ഒരിക്കലും വാദി അല്ല ശിക്ഷ. ഇത് വാദിയാണ് ശിക്ഷ വിധിച്ചത്. പോലീസിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പോലീസിൽ പറയും ഞങ്ങളെന്ത് ചെയ്യും, ഞങ്ങൾക്ക് ഇത് അറസ്റ്റ് ചെയ്യില്ല, ഞങ്ങൾക്ക് പണിയാണ്. ജഡ്ജി എന്താ ചെയ്യും? ജഡ്ജി പറയും ഞങ്ങളത് ചെയ്യില്ല, എന്ത് ചെയ്യും, ഞങ്ങൾ ഈ പറയുന്ന 41 ദിവസമോ അല്ലെങ്കിൽ 90 ദിവസമോ ഇവൻ ജയിലിൽ കിടക്കുക. അവൻ്റെ വീട്ടിൽ എന്താ സംഭവിക്കുക, അവൻ്റെ തൊഴിലെടുത്ത് എന്താ സംഭവിക്കുക, അവൻ പുറത്തിറങ്ങി വന്നാലും അതിൻ്റെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലെ ലിഞ്ചിങ് മാസ്റ്റേഴ്സ് അവർ ലിഞ്ച് ചെയ്യും. അപ്പോൾ ഇത്തരം നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആധുനിക സമൂഹത്തിന് അപമാനകരമാണ്. അങ്ങേയറ്റം പ്രാകൃതമായിട്ടുള്ള ഇതിനാണ് ഞാൻ അന്ധ നിയമങ്ങൾ എന്നുള്ള രീതിയിൽ ഞാൻ കുറേ പോസ്റ്റ് എഴുതിയിട്ടുണ്ട്, പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, ലൈവിലൊക്കെ സ്ഥിരം പറയുന്ന കാര്യമാണ്. ലിവിങ് ടുഗദറിൽ ജീവിക്കാൻ തീരുമാനിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും, ഒരു പുരുഷൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ആ പുരുഷനെ അകത്താക്കാൻ ഇന്ന് സ്ത്രീക്ക് സാധിക്കും. പക്ഷെ പുരുഷന് ഇത് അത്രത്തോളം പ്രായോഗികമല്ല. അതുപോലെ വിവാഹത്തിന് ശേഷമാണെങ്കിലും പലപ്പോഴും സ്ത്രീയുടെ ഭാഗത്തായിരിക്കും കൂടുതലും നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ. അവർക്ക് നഷ്ടപരിഹാരങ്ങൾ മാസാമാസം കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശം മിക്കവാറും അമ്മയ്ക്കായിരിക്കും കിട്ടുക. മൊത്തത്തിൽ പുരുഷന്മാർക്ക് ഇവിടെ നിയമങ്ങൾ വളരെ പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത് എന്ന് തോന്നിയിട്ടില്ലേ? അല്ല, ഇത്തരം സമൂഹങ്ങൾ അതിജീവിക്കുന്ന രീതി എന്നാലോചിച്ചാൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ പൂർണ്ണമായിട്ട് അതിനോട് യോജിക്കുന്നുണ്ട്. നമുക്കൊരു ജെൻഡറിനോ അവർക്ക് അനുകൂലമായ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നീതി ഉണ്ടാവണം. നീതി എന്ന് പറയുന്ന സാധനം നമ്മളെ ഈ ശരീരത്തിലൂടെ രക്തം ഒഴുകുന്നത് പോലെ സമൂഹത്തിൻ്റെ സിരകളിലൂടെ നീതി എന്ന് പറയുന്ന ഒരു സംഗതി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടണം. അത് പുരുഷനാണ്, സ്ത്രീയാണ്, ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കാൻ പാടില്ല. പുരുഷൻ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി തന്നെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യം തൊട്ട് എല്ലാ സ്വാതന്ത്ര്യങ്ങളും നോക്കുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. എനിക്ക് മകനുണ്ട്, പെൺകുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, അമ്മ, എല്ലാവരും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഈ ഭൂതകാലത്തിൻ്റെ അല്ലെങ്കിൽ ക്രൂരതകളുടെ പേരിൽ വർത്തമാനകാലത്ത് നടത്തുന്ന ശിക്ഷകൾ അത് വളരെ അപരിഷ്കൃതമാണ്. ഇന്നത്തെ ഈ പുരുഷൻ എന്ന് പറയുന്ന ഒരൊറ്റ ഇതെല്ലാം നിങ്ങളുടെ അധികാരത്തിൽ അടിച്ചമർത്തുകയായിരുന്നു. ഓക്കെ, അത് ശരിയാണ്. അധികാരത്തിൽ അടിച്ചമർത്തി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ കുറേ റോൾസ് അല്ലാതെ വന്നിട്ടുണ്ട്. അധികാരം ഉണ്ട് തീർച്ചയായിട്ടും. സ്ത്രീകളുടെ കാര്യത്തിൽ അത് നമുക്ക് കാണാൻ കഴിയും. നമ്മളതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അത് മാറണം, ആ വ്യവസ്ഥ മാറണം. പക്ഷെ അതിന് അവരോടൊരു എനിമിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റസ് അല്ല ഒരു സ്റ്റാൻസ് ആവശ്യമില്ല. ഈ വിവാഹ ബന്ധത്തിൽ നിന്ന് ഒരുപാട് തുക എടുക്കുന്നു. ഇപ്പോൾ ഈ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വിവാഹത്തിൽ പുള്ളിയുടെ പാർട്ട്ണറുമായിട്ട് പുള്ളി ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. ആ കരാറുണ്ടാക്കിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും ഇനി ഇൻ കേസ് നമ്മൾ പിരിയുകയാണെങ്കിൽ എൻ്റെ മൊത്തം സ്വത്തിൻ്റെ പകുതി അടിച്ചുകൊണ്ട് പോകുന്ന അങ്ങനെ ഒരു പരിപാടി നടക്കില്ല. ഇത്ര ഒരു കൃത്യമായിട്ടുള്ളൊരു തുക കൊടുക്കും. ഇപ്പോൾ ഉള്ള കരാറുകൾക്ക് വിരുദ്ധമായിട്ട് 2 വ്യക്തികൾ ചേർന്ന് ഉഭയകക്ഷി സമ്മതപ്രകാരം കരാറുണ്ടാക്കി ജീവിക്കുക. അതായത് നമ്മൾ തമ്മിലുള്ള വിവാഹം തകരുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു മാസം ഇത്ര രൂപ വെച്ച് തരുന്നതായിരിക്കും. അല്ലാതെ കോടതി വിധിക്കുന്ന ഈ പറയുന്ന സ്വത്തിന്റെ എല്ലാം ഊരിക്കൊണ്ടു പോകുന്ന സംഗതി അല്ല. അതെങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു അട്രോസിറ്റി പോലുള്ള ഒരു നിയമം ഉള്ളത് കൊണ്ടാണ് ഈ തരത്തിൽ വ്യക്തികൾ ഉഭയകക്ഷി കരാറുകളിന് വാലിഡിറ്റി ഉണ്ട്. ഉഭയകക്ഷി കരാറുകൾ അങ്ങനെയാണ്. നമ്മൾ മറ്റേ എടുക്കുന്നില്ല. നമുക്ക് പല പല നിയമങ്ങൾ കൊടുക്കണം. രാജ്യത്തെ നിയമം, ഇപ്പോൾ വ്യക്തി നിയമം കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെ അല്ലേ. അതുപോലെ ഉഭയകക്ഷി കരാറുകൾ, ഞാനും നിങ്ങളുമായിട്ട് ഒരുമിച്ച് താമസിക്കുന്നു, ഇതാണ്. അപ്പം അത് ആയിരിക്കും ഒരുപക്ഷെ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ.
ഇന്ന് ഒരുപാട് പെൺകുട്ടികൾ വിവാഹം വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നുണ്ട്. അതിന് ഒരുപാട് ഗുണങ്ങളും ഉള്ളതായിട്ടാണ് തോന്നുക. പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ ഈ പറയുന്നത് പോലെ തന്നെ നിലവിൽ വിവാഹം കഴിക്കരുത് എന്ന് തീരുമാനിക്കേണ്ടത് പല സാഹചര്യങ്ങളും കൊണ്ട് പുരുഷന്മാരാണെന്ന് തോന്നിയിട്ടുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ. വിവാഹം ഇനോ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും വിവാഹം എന്ന് പറയുന്ന സാർ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോയി പരിപാടികളും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒരുപാടൊന്നും ഇല്ല, കുറച്ച് കുറച്ച്. ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? യൂറോപ്പിലെ കുറച്ച്, UK, അയർലൻഡ്, സ്വിറ്റ്സർലൻഡ്, പിന്നെ അങ്ങനെയൊക്കെയുള്ള ജർമ്മനിയിലൊന്നും പോയിട്ടില്ല, അവിടെയൊക്കെ കുറച്ചു നേരം പോയി നിന്നിട്ടുണ്ട്. ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയ, പിന്നെ അമേരിക്ക. ഇപ്പൊ ഈയിടെ കാനഡ, USA. കാനഡ, USA. അപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ പാശ്ചാത്യ രീതിയോട് ഒരു അഭിനിവേശം ഇപ്പൊ നമ്മുടെ തലമുറയ്ക്കുമുണ്ട്. അത് നല്ലതാണെന്നും തോന്നുന്നു. അതായത് പലരും നമ്മുടെ തലമുറയ്ക്കല്ല, എക്കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പോ തീർച്ചയായിട്ടും നമുക്ക് നമ്മളോട് അധികം ബഹുമാനമുള്ള ഒരു ജനതയല്ല നമ്മൾ. അത് ശരിയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ ശരിയാണ്. അന്യനെ ബോധിപ്പിക്കാൻ വേണ്ടി തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളും പൂർണ്ണമായി ഒരു മോശം ജനതയൊന്നും അല്ല. നമുക്ക് ഒരുപാട് നന്മകളും ഒരുപാട് മികവുകളും ഉണ്ട്. പക്ഷേ നമ്മൾ എവിടെയൊക്കെയോ നമുക്ക് വീഴ്ചകളും പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഓട്ടത്തിൽ പിന്നിലാണ്. ഇപ്പോൾ ഒരു മാരത്തോണായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ആർ കിലോമീറ്റേഴ്സ് ബിഹൈൻഡ്. അവരുടെ അതേ ചിന്താരീതികൾ പക്ഷെ ഇവിടെ വരുന്നത്, പലരും ഇപ്പോൾ വിവാഹം വേണ്ട എന്നുള്ള തീരുമാനങ്ങൾ, കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നു. ഇതിനെയൊക്കെ ആരോഗ്യപരമായ ഒരു മാറ്റമായിട്ട് കാണുന്നുണ്ടോ? കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പോൾ യൂറോപ്യൻ നിലവാരമൊക്കെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ വേണ്ട എന്ന് സമൂഹം തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ സമീപഭാവിയിൽ ഒരു പ്രശ്നവും ഇല്ല. ഒരു പ്രശ്നമുള്ളത് ഈ നമ്മുടെ സമൂഹത്തിന് പ്രായം കൂടും, വയസ്സ്. ജപ്പാനും സൗത്ത് കൊറിയയൊക്കെ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിലും ഇറസ്പെക്റ്റീവ് ഓഫ് മതം ഏതായാലും അവിടെ ബർത്ത് റേറ്റ് കൂടുതലാണ്. ആസാമിലും UP യിലും ബീഹാറിലും ഒക്കെ ഇപ്പോഴും എബോവ് 3 ആണ് TPR. അതേസമയം കേരളം, തെലങ്കാന, തമിഴ്നാട്, കർണാടക ഒക്കെ നോക്കുകയാണെങ്കിൽ 1.2 to 1.6 ആണ്. വടക്കൻ കേരളം വളരെ ഉയർന്ന വടക്കൻ കേരളം അല്ല, അവിടെ ആ ഒരു പോയിന്റ്. അതായത് വടക്കൻ കേരളം, ഇപ്പോൾ നിങ്ങൾ മുസ്ലിം സമുദായത്തിലെ ബർത്ത് റേറ്റിനെ കുറിച്ചാണ്. ഈ മുസ്ലിം സമുദായത്തിലെ ബർത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ ആസാമിലെ മുസ്ലിമിന്റെ TPR-ഉം കേരളത്തിലെ മുസ്ലിമിന്റെ TPR തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് കാശ്മീരിലാണ്. കാശ്മീരിൽ 1.6 ആണ്. അവിടെയൊക്കെ ജനനിരക്ക് കുറവാണ്. ഇനി നിങ്ങൾ മുസ്ലിം രാജ്യങ്ങൾ ആ പെർസെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറാനിലൊക്കെയാണ് 1.2, 1.3 ആണ്. എല്ലാ മുസ്ലിം രാജ്യങ്ങളും ജനനിരക്ക് കുറച്ചു കൊണ്ടുവരികയാണ്. അതിന്റെ ഒരു ബേസ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ജനനിരക്കുള്ള പാലസ്തീനിലാണ്, ഗാസയിലായിരിക്കും ഒരു വിഷയം. അവിടെ 6, 7, 8, 9, 12 ചില സമയങ്ങൾ റിപ്പോർട്ട് ചെയ്യും. കാരണം അവിടെ പട്ടിണി, അരക്ഷിതാവസ്ഥ, യുദ്ധം, അവർ ആകെ ഇത് ജനനിരക്കിനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. ലോകം എമ്പാട് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. സാമ്പത്തിക പിന്നോക്കാവസ്ഥ, പട്ടിണി, യുദ്ധം, ആശങ്ക, അരക്ഷിതാവസ്ഥ, ബർത്ത് റേറ്റ് കൂടുതലാണ്. മതം ഒരു അഭിവാജ്യ ഘടകമായിരിക്കും. നേരെ തിരിച്ച് വിദ്യാഭ്യാസം കൂടുതലാണ്, സമ്പന്നമാണ്, സൗകര്യങ്ങളുണ്ട്, വികസിതമാണെന്നുണ്ടെങ്കിൽ ബർത്ത് റേറ്റ് കുറവാണെന്ന് മാത്രമല്ല, ഈ പറയുന്നോണം അവിടെ തിരിച്ചൊഴുക്ക് ഉണ്ടാകും. ആഫ്രിക്കൻ രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ആഫ്രിക്കയാണ് ബർത്ത് റേറ്റ് ഏറ്റവും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നത്. ആഫ്രിക്കയാണ് ഏറ്റവും ദരിദ്രരും അവിടെ. ഇത്രയും കഷ്ടപ്പെടുത്താൻ വേണ്ടി കുട്ടികളെ അവര്. അതെ. ഇന്ത്യയിലും ഇതേ പ്രവണത കാണാമല്ലോ. അതെ. സാർ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയപ്പോൾ, ഇപ്പോൾ സാറ് റിട്ടയർഡ് ആകാൻ ഇനി അധികം വർഷങ്ങളില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ലെസ് ദാൻ 2 years. ഓക്കെ. ഓസ്ട്രേലിയയിലൊക്കെ അവിടെയുള്ള ഈ എസൻസ് ഗ്ലോബലിന്റെ ഭാഗമായിട്ടുള്ളവർ, സാർ ഇങ്ങോട്ട് വരൂ, ഞങ്ങൾക്ക് സാറിനെ ആവശ്യമുണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രസംഗങ്ങളും ഒക്കെ കേട്ടു. അപ്പോൾ ഇനി ഇവിടുത്തെ ഔദ്യോഗിക ജീവിതത്തിനൊക്കെ ശേഷം വിദേശത്തുള്ള ഏതെങ്കിലും രാജ്യത്തേക്ക്, അതായത് ഇപ്പോൾ ഒരു കറന്റ് ട്രെൻഡ് അതായതുകൊണ്ട് ചോദിച്ചതാണ്, ഇവിടെ ഒന്നും ശരിയാവില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ വന്നിട്ട് വിദേശത്തെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് ചേക്കേറാൻ എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങളോ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടായിരിക്കും നാട്ടിൽ തന്നെ നാട്ടിൽ പോയിട്ട് വീട്ടിലിരിക്കുന്ന ഞാൻ ഇവിടെ പറഞ്ഞ ഇതിലെ അടരുവാൻ വയ്യ ആ ലെവൽ ടീമാണ് ഞാൻ. മറ്റേ അടരുവാൻ വയ്യ എന്ന് പറയുന്നത് മറ്റേ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് പറയുന്ന സിനിമയിൽ പിന്നെ ഒരു പാട്ടുണ്ടല്ലോ, ഏത് സ്വർഗം വിളിച്ചാലും ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ്. പ്രധാന കാരണം എന്താണ്? ആ അവസ്ഥയിലാണെങ്കിലും എനിക്ക് അങ്ങനെ ഇത് ഇവിടെ തന്നെ കിടന്ന് മരിക്കണം, ഇവിടെ തന്നെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടൊന്നല്ല. ബേസിക്കലി അതെ, അവനെ വിട്ടുപോകാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എന്നാണ്. അവനാണെങ്കിൽ വിസ കിട്ടത്തുമില്ല.
ആ ഞാൻ ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. സാറിന്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ ഒന്ന് പറയാമോ? ഞാൻ PSC-യിലായിരുന്നു കൂടുതലും, പബ്ലിക് സർവീസ് കമ്മീഷൻ. പിന്നീടാണ് ഞാൻ college PSC എത്തിയത്. ജോയിൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കളിയാക്കി വിളിച്ചിരുന്ന 5MA എന്നായിരുന്നു. മിസ്റ്റർ MA 5 എന്നൊക്കെ എൻ്റെ കൂടെയൊക്കെ ഉള്ള ആളുകൾ വിളിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ PG എഴുതുക എന്ന് പറഞ്ഞു. ഞാനൊരു 13 PG എങ്കിലും എഴുതിയിട്ടുണ്ട്. ചിലത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ചിലത് ഫസ്റ്റ് ഇയർ മാത്രം എഴുതി. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഈ പറഞ്ഞ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ശൂന്യതയുണ്ടല്ലോ. പിന്നെ കാര്യങ്ങൾ പഠിക്കാം, നമ്മൾ സോഷ്യോളജിയെ കുറിച്ച് പഠിക്കാം. സമയം കളഞ്ഞു എന്ന് തോന്നിയിട്ടുണ്ടോ? പഠിച്ച സമയം കളഞ്ഞു, ഇത്രയും വേണ്ടിയിരുന്നില്ല, ഈ പറയുന്ന പോലെ 5 MA ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല? 5 MA ഒന്നും ആവശ്യമില്ല. MA പ്രത്യേകിച്ച് പഠിച്ചതെല്ലാം തീർച്ചയായിട്ടും പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അത് ഗുണമുണ്ട്, എനിക്ക് വ്യക്തിപരമായിട്ട് ഗുണമുണ്ട്. അല്ലാതെ നമുക്കൊരു, ഞാൻ എല്ലാ സർവീസ് ബുക്കിൽ എൻ്റെ MA-യുടെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ നേരത്തെ ഇതിൽ ഹോർലിക്സ് കുപ്പിയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ചോദിച്ചോട്ടെ, ഒരു സാധാരണക്കാരൻ ഒരു സ്വതന്ത്ര ചിന്തയുടെ നിലപാടുകളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആളുകൾ ഇവൻ എന്ത് യോഗ്യതയുണ്ട്, ഇവന് വിദ്യാഭ്യാസം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞായിരിക്കും പൊതുവെ പരിഹസിക്കുക. പക്ഷെ സാറിനെ പോലെയുള്ളവര്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ലാത്ത ഒരാൾ പോലും, ഈയിടെ സാറ് ഈ ശബ്ദ മലിനീകരണത്തിനെതിരെ പ്രതികരിച്ചപ്പോൾ ഒരാൾ പറയുന്നത് കേട്ടു, പഠിച്ച് അല്ലെങ്കിൽ വിവരം കൂടിപ്പോയതിന്റെ പ്രശ്നമാണ്. അതായത് സാറിനുള്ള യോഗ്യതകൾ ഇപ്പൊ അവിടെ അയോഗ്യതയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടില് ജനങ്ങളുടെ അടുത്ത് ഈ പറയുന്ന പോലെ എന്തുണ്ടെങ്കിലും അവരവരുടേതായ ഒരു നിലപാടിൽ നിൽക്കുമെന്ന് തോന്നി. അത് പ്രണയം പോലാണ്. പ്രണയം വൈകാരികതയാണ്. പ്രണയത്തിൽ എന്താണ്, നിങ്ങളുടെ കൂടെയുള്ള ആളിൻ്റെ ന്യൂനതകളെല്ലാം നിങ്ങൾ നിസ്സാരവൽക്കരിക്കുകയും അവരുടെ ഇല്ലാത്ത ഗുണങ്ങൾ പോലും നിങ്ങൾ പർവ്വതീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പഠിച്ചാൽ എന്നെ ഇഷ്ടപ്പെടുകയും അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് കരുതുന്നവർ അത് വിചാരിക്കും എന്തോ അത് വലിയ കാര്യമായിരിക്കും. ഇതേ കാര്യം തന്നെ സാറിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാല് സമൂഹത്തിൽ വളരെ നല്ലൊരു ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസമുണ്ട്. സാറിന്റെ ഭാര്യ കോളേജ് അധ്യാപികയാണ് അല്ലേ, പ്രിൻസിപ്പലാണ് ഇപ്പോൾ. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്നവർക്ക് സമൂഹത്തിൽ വളരെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാകും. ഇതൊന്നും കളഞ്ഞു കുളിക്കാനായിട്ട് പൊതുവെ ആരും താല്പര്യപ്പെടാറില്ല. അതിന് IAS IPS തുടങ്ങി പലരും സമൂഹം എന്നെ കുറെ കൂടെ ബഹുമാനിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനമാണ് എടുക്കാറുള്ളത്. പക്ഷെ ഇതൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് ഏതൊരു സാധാരണക്കാരന്റെയും മോശം അഭിപ്രായം പോലും നേരിടേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും ധീരമായ ഒരു പോരാട്ടം സാർ എടുക്കാനുള്ള അതിന്റെ ഒരു കോർ പോയിന്റ് എന്താണ്? ശരിയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും ഇങ്ങനെ തെറികളും ഒക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യർക്ക് ഭയങ്കരമായിട്ട്, ഇപ്പൊ തന്നെ ഈ പറഞ്ഞ മൈക്ക് തന്നെ ഒരു പോസ്റ്റിൽ തന്നെ ഞാൻ കണ്ടു 2000-ഓളം തെറികളാണ്, 2000 കമന്റുകളാണ് തെറികൾ. അതിൽ അക്രമ ഭീഷണി, കൈവിട്ട് തൊട്ട് പിന്നെ പച്ചത്തെറി, അമ്മയുടെ ചാരിത്രശുദ്ധി, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എഴുതി വിടുകയാണ്. അങ്ങനെ പലയിടത്തും വരാറുണ്ട്, ആളുകൾ പരിഹസിക്കാറുണ്ട്, കമന്റുകൾ ഇടാറുണ്ട്, പല രീതിയിൽ ഷെയിം ചെയ്യാറുണ്ട്. അപ്പം ചോദ്യം എന്താണ്, ഇതെല്ലാം കളഞ്ഞിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ചക്കയാണ് ഇതിനകത്തുള്ളത്? ഒരു ചക്കയില്ല. ഈ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ 2 ചോദ്യങ്ങളുണ്ട്. ഈ ഒരു ഇന്റേണൽ ഡിസ്ക്വയറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനമാണ്, ആഭ്യന്തരമായ ഒരു ശാന്തത, ഒരു അവസ്ഥ, അതാണ് നമ്മുടെ കരുത്ത്. നമുക്ക് ഉറക്കം കിട്ടുന്നുണ്ടോ? ഈ ഒരു ചോദ്യം. നമ്മളെക്കുറിച്ച് നമ്മൾ തൃപ്തനാണോ? അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഈ പറയുന്നതാണ്, മറ്റൊരു ഗുരുക്കന്മാർക്കോ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഒന്നും നിങ്ങളെ സഹായിക്കാൻ കഴിയാത്ത ഒരുപാട് യുദ്ധങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ട്. സ്വയം വഞ്ചിക്കാതിരിക്കുക, സ്വയം നിങ്ങളെക്കുറിച്ചൊരു ഇംപ്രഷൻ ഉണ്ടാവുക. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എത്തിസം ഇൻ റിലീജിയസ് സൊസൈറ്റി ഇറ്റ്സ് നോട്ട് അട്രാക്റ്റീവ്. അതൊരു എന്താ പറയുന്ന ഒരു ഹോസ്റ്റൈലായിട്ടുള്ള ഒരു സ്റ്റാൻസാണ് മിക്കവാറും മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ. പക്ഷേ എനിക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഈ പറയുന്ന ആളുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ പറയുന്നോണം എന്താണ് ബിഗ് ബാറ്റ്സ്, അതൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കേരള സമൂഹത്തിൽ അങ്ങനെ നമ്മളങ്ങനെ ഐസൊലേറ്റഡ് ആവുന്നതായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ആളുകൾ നിങ്ങൾ പറഞ്ഞോണം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള, ഒരുപാട് കണ്ടമാനം പോസിറ്റീവ്. നമ്മൾ എവിടെ പോയാലും, ഒരു ഓഫീസിൽ പോയാലും പുറത്തിറങ്ങിയാലും എനിക്കത് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും കൂടുതൽ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും 1% ആളുകളുടെ മോശം കമന്റുകളായിരിക്കും ഏറ്റവും അധികം പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ അത് തന്നെയാണ് ഇതിന്റെ സത്ത എന്ന് ആളുകൾ വിചാരിക്കുന്നത്. പക്ഷേ ഭൂരിഭാഗം ആളുകളും ഒരു കമന്റ് പോലും ചെയ്യാൻ തയ്യാറല്ലാത്തവരാണ്. പൊതുസമൂഹം പൊതുവെ കരുതുന്നത് മതങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ദൈവം ചെകുത്താൻ ഇതെല്ലാം കേവലം അന്ധവിശ്വാസങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷെ ഇത് മാത്രമല്ലോ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളുള്ളത്.
സ്വതന്ത്ര ചിന്തകരെന്ന് അവകാശപ്പെടുന്ന പലരോടും തന്നെ സോഷ്യലിസത്തിനെതിരെ പറഞ്ഞാൽ, കമ്മ്യൂണിസത്തിനെതിരെ പറഞ്ഞാൽ അവരിൽ കുറച്ച് പേര് പിരിഞ്ഞു പോകും. ജൈവ കൃഷി പ്രായോഗികമല്ലെന്നും അല്ലെങ്കിൽ കീടനാശിനികളുടെ മറ്റുമൊക്കെ ഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് കലഹിച്ചു പോകും. ഹോമിയോപ്പതിയെ വിമർശിച്ചാൽ അവർ പോകും. ആയുർവേദത്തെ പറഞ്ഞാൽ വേറെ കുറച്ച് പേര് പോകും. യോഗയെ കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെ പോകും. അപ്പൊ യഥാർത്ഥത്തില് ഒരു ചക്ര മതം, അതെ, അതങ്ങനെ ഉണ്ട്. ചിലർക്ക് ചില മതങ്ങൾ ചക്ര മതങ്ങളാണ്. ഇതൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോ എൻഡോസൾഫാൻ ദുരിത ബാധിതരെന്ന് പറയുന്നു. അവരുടെ ദുരിതത്തിന് കാരണം യഥാർത്ഥത്തിൽ ഇത് തന്നെയാണോ എന്നൊന്ന് പഠിക്കണമെന്ന് പറഞ്ഞാൽ പോലും, ഇതെല്ലാം പറയാമെങ്കിൽ പോലും ഈ കാര്യം നമുക്ക് അവതരിപ്പിക്കാനേ അല്ലെങ്കിൽ തല്ലുകൊള്ളുന്ന ഒരു അവസ്ഥയാണ്. വേറെ ജാതി സംവരണം. അതെ, ജാതി സംവരണം, പിന്നെ പല പല കാര്യങ്ങൾ. ഇത് ഈ പറഞ്ഞോണം, ഈ പലതിനോടും അഡിക്റ്റഡ് ആയിട്ടുള്ള, സ്ലേവിഷ് ആയിട്ടുള്ള തന്നെ. അപ്പൊ ഇതിൽ നിന്നെല്ലാം മോചനം നേടിയ സ്വതന്ത്ര ചിന്തകര് യഥാർത്ഥത്തിൽ വളരെ കുറവായിരിക്കും എന്ന് തന്നെ വേണം കരുതാൻ. നെടുമുടി പറഞ്ഞ സ്വാഭാവിക, അതിനകത്ത് സംശയമുണ്ടോ? കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ബയസുകളിൽ നിന്നും ഡോഗ്മകളിൽ നിന്നുള്ള മോചനം, അതാണ് ഈ നിങ്ങൾ പറഞ്ഞ യുക്തിവാദി എന്നുള്ള. എന്തുകൊണ്ടാണ് ഇത്? എനിക്ക് യുക്തിവാദി എന്ന് പറയുന്നവരോട്, യുക്തിവാദികൾ ഈ പരിപാടിക്ക് വരാറുണ്ട്, ഭക്തിവാദികളും വരാം. നമ്മൾ പറയുന്നത് അറിയാം, യുക്തിവാദികൾക്കും ഭക്തിവാദികൾക്കും സ്വാഗതം. നിങ്ങളെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നേ ഇല്ല. ഒരാളെ കൂടുതൽ മെച്ചം അല്ലെങ്കിൽ മോശം എന്ന് നമ്മൾ പറയുന്നില്ല. എല്ലാം മനുഷ്യരാണ്. യുക്തിവാദി എന്ന് പറയുമ്പോൾ അതിനെന്തോ ഒരു കുറവുള്ളത് പോലെ സാറ് പലപ്പോഴും സംസാരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ കൃത്യമായ ഒരു എത്തീസ്റ്റ് എന്നുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്ന ആളാണ്. യുക്തിവാദിക്ക് എന്താണ് ഒരു പോരായ്മയായിട്ട് സാറ് കാണുന്നത്? യുക്തിവാദം എന്ന് പറയുന്ന സംഗതി റാഷണലിസം ആണ്. ഐ ഫുള്ളി സപ്പോർട്ട് ഇറ്റ്. അതും എത്തീസ്റ്റുമായിട്ട് അതെന്താണ്? അതായത് കേരളത്തിലെ യുക്തിവാദി എന്ന് പറയുമ്പോൾ യുക്തിവാദി സംഘങ്ങൾ അങ്ങനെയൊക്കെയുള്ള യുക്തിവാദികളാണ്. ഇപ്പൊ സഹോദരൻ അയ്യപ്പന്റെ കണക്കൊക്കെയുള്ള. അതിനകത്തൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് ഈ 3 കാര്യമാണ്: ജാതിപ്പണി, മതപ്പണി, പാർട്ടിപ്പണി. ദേ സപ്പോർട്ട് സർട്ടൻ ജാതി, ചില ജാതികൾക്ക് വേണ്ടിയുള്ള പോരാട്ടം. അതായത് മനുഷ്യരെ ഒന്നായി കാണാൻ കഴിയാതെ, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ചില മതങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം. ലൈക്ക് ഇപ്പൊ സഹോദരൻ അയ്യപ്പൻ തന്നെ പറഞ്ഞു, അസവർണർക്ക് നല്ലത് ഇസ്ലാം. വായ്? അസവർണർക്ക് യഥാർത്ഥത്തിൽ ഇസ്ലാം ഉൾപ്പെടെയുള്ള എല്ലാ മതങ്ങളിൽ നിന്നുള്ള മോചനമാണ് വേണ്ടത്. അല്ല അവർക്ക് നല്ലത് അത് എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം യുക്തിവാദിയായിരുന്നു. അദ്ദേഹം അതുപോലെ തന്നെ SNDPയുടെ ആയുഷ്കാല മെമ്പറോ പ്രസിഡന്റോ ഒക്കെ ആയിരുന്നു. എവിടെ നിങ്ങൾ SNDPയുടെ ഏത് ഓഫീസിൽ ചെന്നാലും അദ്ദേഹത്തിന് പടം കാണാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ജ്യോതിഷം പോലെയുള്ള സാധനത്തെ പൂർണ്ണമായി തള്ളി പറയാൻ അദ്ദേഹം മടിച്ചു. അദ്ദേഹത്തിൻ്റെ ശബരിമലയിലേക്കുള്ള ആളുകളുടെ ഒഴുക്കിനെ ഒക്കെ തടയാനായിട്ട് യുക്തിവാദികൾ ശ്രമിക്കുന്നത് തന്നെ മണ്ടത്തരമാണെന്ന് അദ്ദേഹം. അതായത് യഥാർത്ഥത്തിൽ ഇവർ പലരും 100% യുക്തിവാദികളല്ല. 100% യുക്തിവാദികളല്ല, പക്ഷെ അവരാണ് യുക്തിവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നത് ഈ ഫെമിനിസത്തിന്റെ ഒരു പ്രശ്നമാണ്. അതായത് ഞങ്ങൾ ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞ പലരും പല രീതിയിൽ പലതും കാണിക്കുന്നുണ്ട്. അപ്പൊ ആളുകൾ ഇന്ന് ഫെമിനിസ്റ്റ് എന്ന് പറയാനും മടിക്കുന്നുണ്ട്. കാരണം ഫെമിനിസ്റ്റുകൾ ചെയ്യുന്നതാണ് ഫെമിനിസം എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. ഇതേ പ്രശ്നമാണ് ഈ യുക്തിവാദത്തിലും ഏതാണ്ട്. ആക്ച്വലി ഈ കേരളത്തിലെ യുക്തിവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു സമുച്ചയമാണ്. ദേ ആർ നോട്ട് ഫ്രീ, ദേ ആർ സോ ബയസ്ഡ്. മനുഷ്യരെ ഒന്നായിട്ട് കാണാനൊക്കെ കഴിയുന്ന. ഞാൻ ഏറ്റവും കൂടുതൽ ജാതി പറഞ്ഞ് മനുഷ്യരെ ആക്ഷേപിക്കുന്നത് കണ്ടിട്ടുള്ള ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഈ യുക്തിവാദികളുടെ ഇടയിലാണ്. ഈവൻ ജാതി സംഘടനക്കാർ പോലും നമ്മളെ ഒരു മനുഷ്യനായിട്ട് കാണുന്നെങ്കിൽ ഈ യുക്തിവാദികൾ, ഈ പെർസെ ഇവിടുത്തെ ഈ പറയുന്ന മുഖ്യധാര, അവരുടെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ. ജാതി പറയുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ അർത്ഥം അവര് റാഷണലിസ്റ്റുകൾ അല്ല. ലിറ്ററലി അങ്ങനെ പറയാം. പക്ഷെ അവർ യുക്തിവാദം എന്ന് പറയുന്ന സംഗതി അവരുടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് നമുക്ക് സ്വീകാര്യമല്ല എന്ന് പറയുന്നത്. മനുഷ്യരെ നിങ്ങൾ നോക്കൂ, മറ്റുള്ളവരെല്ലാം നിങ്ങളെ ഒരു പക്ഷേ മനുഷ്യരായിട്ട് കാണും, പക്ഷെ അവർ ജാതി ജീവികളായിട്ട് മാത്രമേ കാണൂ. നിങ്ങൾക്കിപ്പോൾ ജാതി ഇല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ജാതി തുറന്നെടുത്ത് നിങ്ങളെ ആക്ഷേപിക്കും. അപ്പം ഈ ഒരു സംഗതി. അതുപോലെ തന്നെ മതവിമർശനത്തിന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ മദ്യനിരോധനം വേണമെന്ന് പറയുമ്പോൾ പറയാം, മദ്യനിരോധനം വേണം, പക്ഷേ നിങ്ങൾ ഈ വെട്ടിരുമ്പ് സാധനം ഉണ്ടല്ലോ അതിനെ കുറച്ചേ വിമർശിക്കാവൂ. ഇനി അഥവാ വിമർശിക്കുന്നത് വെട്ടിരുമ്പ് സ്ഥിരം അടിക്കുന്നവർ മാത്രമേ അതിനെ വിമർശിക്കാവൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എല്ലാം മദ്യം തന്നെയല്ലേ? അതുപോലെ ഏതെങ്കിലും ഒരു മതത്തെ അത് അങ്ങനെ ചെയ്യരുത്, അത് ഇതാണ് പ്രശ്നമാണ്, അല്ലെങ്കിൽ ആ മതത്തിൽ നിന്ന് വരുന്നവരെ ചെയ്യാവൂ. ഇങ്ങനെയൊക്കെയുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഇവർ സ്വതന്ത്ര ചിന്തകരല്ല, അവർ ആ മതത്തിന് സംരക്ഷണം ഒരുക്കുന്നവരാണ്. അതിനാണ് നമ്മളെ പൊതുവിൽ പറയുന്ന മാതിരി നോ ജാതിപ്പണി, നോ മതപ്പണി, നോ പാർട്ടിപ്പണി. ഒരു എത്തീസ്റ്റ് എന്നുള്ള സ്റ്റാൻഡ് എടുക്കാനായിട്ടുള്ള ധൈര്യം പലർക്കും ഇപ്പോഴും ഇല്ല. അതെ, ദേ ആർ നോട്ട് ഫ്രീ. നമ്മൾ ഈ ഫ്രീഡത്തിനാണ് ഏറ്റവും വലിയ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് താങ്കളോട് സംസാരിക്കുന്നു. ഞാൻ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്ന കാര്യങ്ങളിൽ എൻ്റെ ചിന്തകളുമാണ്. അല്ല ഞാൻ ആരോടെങ്കിലും വിളിച്ചു ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഇന്നാർക്ക് കുഴപ്പമുണ്ടാവും, എന്നെ നാളെ അയാൾ സപ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അവർക്ക് അവിടെ ഇതുണ്ടാവും,
ഞാൻ എൻ്റെ ഒരു ഇമേജിനെ കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വീകാര്യതയെക്കുറിച്ചോ ചിന്തിച്ചുകൊണ്ടല്ല പറയുന്നത്. എനിക്ക് ശരിയെന്ന് തോന്നുന്ന ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് ഒരു റിട്ടും ഇല്ല നടപ്പിലാക്കാനായിട്ട്, എനിക്കൊരു ഓർഡേഴ്സും ഇല്ല. ഐ ബോസ് മൈസെൽഫ്. ആൻഡ് എസെൻസിലുള്ള എല്ലാവരും നോക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാവും, ദേ ബോസ് ദംസെൽസ്. മതവിശ്വാസം ഉൾപ്പെടെയുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന പലരും പോലും എത്തീസ്റ്റ് എന്ന് പറയാൻ മടിക്കുകയും ഞാൻ അങ്ങനെയല്ല, ഞാൻ കൂടിപ്പോയൊരു അഗ്നോസ്റ്റിക് ആണ് എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ എത്തീസ്റ്റും അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനോഭാവത്തിൽ വ്യത്യാസമുണ്ട്, മൈൻഡ് സെറ്റിൽ. ലൈക്ക് രണ്ടു കൂട്ടർക്കും ഏതാണ്ട് അറിയാൻ കാര്യങ്ങൾ. എത്തീസ്റ്റ് പ്രൈമറിലി ആൻഡ് ഫണ്ടമെന്റലി ഈസ് എൻ അഗ്നോസ്റ്റിക് പേഴ്സൺ. ലൈക്ക് നിങ്ങൾ പ്രേതം, ചാത്തൻ, ദൈവം, മാട, മറുത എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ഐ ഡോണ്ട് നോ, സോ ഐ ആം അഗ്നോസ്റ്റിക്. അതെന്താണെന്ന് വെച്ചാൽ അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജ്ഞാന സമ്പാദനപരമായ ഒരു നിലപാടാണ്, ഒരു എപ്പിസ്റ്റമോളജിക്കൽ ഡേറ്റ. ഐ ഡു നോട്ട് നോ, സോ ഐ ആം അഗ്നോസ്റ്റിക് അബൌട്ട് ഓൾ ദീസ്. എനിക്കറിയില്ല, അതാണ് സത്യം. ഇനി അല്ല, എത്തീസം എന്ന് പറഞ്ഞാൽ തിയോ മീൻസ് ഗോഡ്, എത്തീസം മീൻസ് തിയോളജി, തീസത്തിന്റെ നിരാകരണമാണ്. മതപരമായ ജീവിതം, മതാത്മകമായ ജീവിതം, മതാത്മകവും വൈകാരികവുമായിട്ടുള്ള നിലപാടുകൾ, അതിൻ്റെ നിരാകരണമാണ്. അതൊരു സോഷ്യൽ ആയിട്ടുള്ള സ്റ്റാൻസ് ആണ്. മറ്റേത് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ജ്ഞാനാത്മകമായ അല്ലെങ്കിൽ എപ്പിസ്റ്റമോളജിക്കലായിട്ടുള്ള സ്റ്റാൻസ് ആണ്. ഇത് ഒരു എനിക്കറിയില്ല, ഐ ഡു നോട്ട് നോ, പക്ഷെ ഞാനത് പുറത്ത് പറയുന്നില്ല, ഞാൻ നിലപാടെടുക്കുന്നില്ല, ഞാൻ ആചാരങ്ങളെ നിഷേധിക്കുന്നില്ല, ഞാൻ മതത്തിൻ്റെ ഞെരുക്കത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ലെങ്കിൽ ഞാൻ എത്തീസ്റ്റ് അല്ല, ഞാൻ അഗ്നോസ്റ്റ് ആണ്. ഇവിടെ നമ്മളെന്താണ്, അഗ്നോസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ ഓൾറെഡി കവർ ചെയ്യുന്നു. അതെ, അഗ്നോസ്റ്റിക് ആണ് പൊസിഷൻ, എൻ്റെ പൊസിഷൻ അഗ്നോസ്റ്റിക് ആണ്. പക്ഷേ തീസത്തിനെതിരാണ് ഞാൻ. അത് ഞാൻ പരസ്യമായി പറയുന്നു, ഞാനത് പുറത്ത് കാണി. ഐ റേഡിയേറ്റ് ആൻ ആൻറ്റി തീസ്റ്റിക് പൊസിഷൻ ഓർ സ്റ്റാൻസ്. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റിൽ അറിയിക്കണം. ഒപ്പം ഒക്ടോബർ 12 നടക്കുന്ന ലിറ്റ്മസ് 24 പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.